മലയാളബന്ധം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വീഡിയോ ഒരു ദിവസം ചെയ്ത ലൈവ് വീഡിയോയുടെ റെക്കോർഡഡ് വേർഷനാണ്. അതായത് ലൈവ് വീഡിയോയുടെ മുഴുവൻ ഭാഗങ്ങളും ഇല്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാലും അത്യാവശ്യ ഭാഗങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് രണ്ടാമത് അപ്ലോഡ് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് എൻ്റെ സ്വന്തം അഭിപ്രായങ്ങളാണ് കേട്ടോ. അത് ചിലപ്പോൾ ശരിയാകണമെന്നില്ല, ചിലപ്പം നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവും. എന്നാലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി ഞാൻ എൻ്റെ ചിന്തകളിലാണ് പറയുന്നത്, എൻ്റെ വിശ്വാസങ്ങളും എൻ്റെ ചിന്തകളുമാണ് പറയുന്നത്. അത് ആരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ഒരിക്കലുമല്ല. ഞാനൊരു എസോറ്ററിക് സയൻസസ് കോച്ചാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ച് കാട് കയറിപ്പോകും. അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ കാണുക. ഇത് യു എയിൽ അവൈലബിൾ ആണ്. ഇല്ല. ഹാപ്പി മോർണിംഗ് സുരേഷ്, നിതിൻ സുരേഷ്. ബെബറ്റോ അറ്റ് ദ മൊമെൻ്റ് ഇല്ല, പക്ഷെ ഞാനത് ഉടനെ അത് അവൈലബിൾ ആക്കും കേട്ടോ. ബെബറ്റോ അറ്റ് ദ മൊമെൻ്റ് യു എയിൽ ഇല്ല, പക്ഷെ അത് ഞാൻ അവൈലബിൾ ആക്കും ഉടനെ. നമുക്ക് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഗ്രൂപ്പ്സിലെല്ലാം അഡ്വർടൈസ് എല്ലാം ചെയ്തതിന് ശേഷം നമുക്കത് ചെയ്യാം. ബെബറ്റോ ജനറൽ റീഡിങ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ബെബറ്റോ? എനിക്ക് ആക്ച്വലി ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, എന്നാലും എനിക്ക് മനസ്സിലായില്ല ആക്ച്വലി എന്താ ബെബറ്റോ ഉദ്ദേശിച്ചതെന്ന്. ഇപ്പോൾ ലൈവായിട്ട് ചെയ്യുന്നതാണോ അല്ലാതെ ജനറൽ റീഡിങ്? നമ്മളിപ്പോൾ ചെയ്തത് ജനറൽ റീഡിങ് ആയിരുന്നല്ലോ, കഴിഞ്ഞ സറൗണ്ടിങ് എനർജി എന്ന് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് വീക്കിലായിരുന്നില്ലേ ആ എനർജി വീഡിയോ ചെയ്തത്? അങ്ങനെയുള്ള വീഡിയോസ് അത് ഞാൻ ചെയ്യാം. പിന്നെ അത് എല്ലാ ആഴ്ചയിലും ചെയ്യാം ബെബറ്റോ. അത് നല്ലതാണ്, അതെല്ലാവർക്കും ഗുണം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അപ്പത്തെ എനർജി അറിയാം. അതിപ്പോൾ അതിപ്പം എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മ അത് ഈ മലയാളത്തിലാണോ ചെയ്തത് ഇംഗ്ലീഷിലാണോ ചെയ്തതെന്നുള്ള എനിക്ക് ഒരു ഓർമ്മ കുറവ്. ഇപ്പം അവസാനം ഞാൻ ചെയ്തത് മലയാളത്തിലാണെന്ന് തോന്നുന്നു ചെയ്തത്. അത് ചെയ്യാം, അതെല്ലാ ആഴ്ചയിലും ചെയ്യാം. നിതിൻ്റെ പ്രശ്നം എന്താ? ജോലി ഇല്ലേ നിതിന്? ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ ബിസിനസ് ചെയ്യുകയാണോ? എന്താണ് നിതിൻ്റെ പ്രശ്നം? എന്തെങ്കിലും സംസാരിക്കാൻ, എന്തെങ്കിലും പറയാൻ താല്പര്യമുള്ളതാണ് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങളെ നമ്മളെ അറിയാവുന്ന ആൾക്കാരൊന്നും ഈ ചാറ്റൊന്നും ആരും കാണില്ല. ഇതൊന്നും ഞാൻ ഇടത്തില്ല, അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതൊന്നും ഇടല്ല. ജോലി നോക്കുകയാണ്. ഓക്കെ, നല്ല കാര്യം. ജോലിയൊക്കെ കിട്ടും, നല്ലോണം ശ്രമിക്കും, അപ്പം കിട്ടും. പിന്നെ പഴയ കാലമല്ല ഇപ്പം. ഞങ്ങളുടെയൊക്കെ കാലത്ത്, അതായത് ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പ്രായമാണ് എനിക്കൊക്കെ കേട്ടോ. അവരെക്കാട്ടിലുമൊക്കെ പ്രായം ഉണ്ടാവും. അപ്പം ഞങ്ങളുടെയൊക്കെ കാലത്തൊക്കെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അയ്യോ, പിന്നെ സർക്കാർ ജോലി കിട്ടണം ഇങ്ങനെ നമ്മുടെ പേരൻസും നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ നമ്മളെ ഇങ്ങനെ കുത്തിപ്പിഴിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ജോലി എന്ന് പറയുമ്പം സർക്കാർ ജോലിയേ ഉള്ളൂ. അത് മാത്രമേ അതിന് മാത്രമേ അംഗീകാരമുള്ളൂ. നമ്മളെപ്പോലുള്ള വളരെ കുറച്ച് പേര് അതിൽ നിന്ന് മാറി ചിന്തിച്ച് സർക്കാർ ജോലി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കണമല്ലോ, അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞ് വഴി മാറി ചിന്തിച്ച ആൾക്കാരുടെ കൂട്ടത്തിലുള്ളതാണ് ഞാൻ. അപ്പം അങ്ങനെ നമുക്ക് വേറെ എന്ത് ജോലിയും നമുക്ക് ചെയ്യാം. നമുക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. നല്ല കാര്യം, ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. അതായത് നമ്മൾ ആലോചിച്ച് നോക്കണം നമുക്ക് എന്ത് സ്കില്ലുണ്ടെന്ന്, എന്നിട്ട് ആ സ്കില്ല് നമുക്ക് എങ്ങനെ നമുക്ക് ഒരു ഏർണിംഗ് ഉണ്ടാക്കാം എന്നുള്ളത് അത് നോക്കണം. നിതിൻ, നമുക്ക് എന്ത് സ്കില്ലാണുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് നമ്മളെ ഒരു ജോലിക്ക്, ഒരാൾ തരുന്ന ഒരു ജോലിക്ക് പുറകെ പോകാതെ നമുക്ക് എങ്ങനെ ആ സ്കില്ല് ഉപയോഗിച്ച് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. അതാണ് ചെയ്യേണ്ടത്. എന്തുമാത്രം ചെറുപ്പക്കാരാ സ്വന്തമായിട്ട് ഓരോ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത്. നമുക്ക് എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഉദ്ദേശം എന്താ? നമുക്ക് നല്ലൊരു വരുമാനം കിട്ടണം, അല്ലേ? നമുക്ക് സന്തോഷം കിട്ടണം. നമ്മൾ ചെയ്യുന്ന ജോലി എന്താണെങ്കിലും നമുക്ക് അതിൽ സന്തോഷം വേണം. നമ്മളെ ആരെങ്കിലും നിർബന്ധിച്ച് ഒരു ജോലി എടുപ്പിക്കരുത്. അത് നമുക്കിഷ്ടമല്ലാത്ത ജോലി നമ്മളെ നിർബന്ധിച്ചെടുപ്പിക്കുമ്പം അതിനൊരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിഷ്ടമുള്ള ജോലി ചെയ്യണം, നമുക്കിഷ്ടമുള്ള പൈസ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ജീവിക്കാം. അപ്പോൾ അതാണ് നോക്കേണ്ടത്. അപ്പം ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഉള്ളിലെ സ്കിൽ എന്താണെന്ന് നോക്കുക, എന്നിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇതെല്ലാം കരിയർ ഉണ്ടാക്കും. ഓൺലൈൻ സെല്ലിംഗ് ആണ്. ഡ്രോയിങ് സ്കിൽസ് വെച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും ആ ഒരു സ്കില്ലൊന്ന് ഡെവലപ്പ് ചെയ്യാൻ, ഫോക്കസ് ചെയ്യാൻ, പ്ലാൻ ചെയ്യാൻ. വളരെ നല്ല കാര്യം ബെബറ്റോ. അത് ഉറപ്പായിട്ടും ബെബറ്റോ അത് ചെയ്യണം. അത് 100% സക്സസ്ഫുൾ ആവും. ഞാനൊരു ചെറിയ ഒരു ഐഡിയ തരാം ബെബറ്റോയ്ക്ക്. ഇപ്പം ഒരുപാട് ആൾക്കാർ, അതായത് നമ്മുടെ ഇന്ത്യയിലല്ല US ഒരുപാട് ആൾക്കാർ ഈ കുട്ടികളുടെ ഡ്രോയിങ് ബുക്സ് ഉണ്ടാക്കി ഓൺലൈനിൽ വിൽക്കുന്നുണ്ട്. അതിന്
ഒരു ചില സൈറ്റ്സുകളുണ്ട്, പക്ഷേ അത് ആ സൈറ്റുകളൊന്നും ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അല്ലാതെ തന്നെ നമുക്ക് ആമസോണിൽ തന്നെ നമുക്കത് ഇടാം. ചെറിയ കിൻഡൽ സ്റ്റോറിലിടാം. കിൻഡലിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് ബുക്സോ ഈ മാതിരിയുള്ളതൊക്കെ നമുക്ക് ആർക്ക് വേണമെങ്കിലും അതിനകത്തിടാം. എൻ്റെ 2 ബുക്സ് കിടപ്പുണ്ട് കിൻഡലിന്. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബെബറ്റോയ്ക്ക് ഒരു നല്ലൊരിതായിരിക്കും, ഒരു സൈഡ് ഇൻകമും ആയിരിക്കും. അത് നല്ല ഹിറ്റാവുകയും ചെയ്യും. ഡ്രോയിങ് ബുക്സ്, അതായത് ഡ്രോയിങ് സ്കിൽസ് ഉള്ളത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് ഈ കുട്ടികൾക്ക് കളറിങ് ചെയ്യാനും ഒക്കെയുള്ള ഉണ്ടല്ലോ, അങ്ങനത്തെ ഉണ്ടാക്കി അത് ഭയങ്കര സെയിലാണ്, ഭയങ്കര മാർക്കറ്റാണ് അതിന്. അത് ബെബറ്റോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് അതിൻ്റെ തന്നെ വീഡിയോസ് ഉണ്ടാക്കും. അതിൻ്റെ വീഡിയോസ് ഉണ്ടാക്കി ഇടും, യൂട്യൂബിലിടും. എന്നിട്ട് യൂട്യൂബിലൂടെ പ്രൊമോട്ട് ചെയ്യും. യൂട്യൂബും വീഡിയോസും ഹിറ്റാവും, പിന്നെ ബുക്സും വിൽക്കും. നല്ല കാര്യം. സമയം കണ്ടെത്തി ചെയ്യണം. എനിക്കറിയാം UAയിലുള്ളവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ടൈമാണ്. നമ്മളൊരു ജോലിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും സമയം കിട്ടത്തില്ല. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. UAയിൽ പലർക്കും, നാട്ടിലുള്ളവർക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ എനിക്കറിയാം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ബെബറ്റോ എന്തെങ്കിലും വേറെ ഒന്നിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്നാൽ ഒരുപാട് മാറ്റം ഉണ്ടാവും, ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. ആ സൈഡിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. എനിക്കതിനെ പറ്റി ഒന്നും പ്രിഫർ ചെയ്യട്ടെ. ഐഡിയ ഗ്രേറ്റ്. വളരെ നല്ല കാര്യം. ചെയ്യണം. ഇതൊരു നല്ലൊരു കാര്യമാണ്. അതിപ്പം US ഭയങ്കരമായിട്ട് സെയിലുണ്ടാകുന്ന ഒരു കാര്യമാണ്. കാര്യം കുട്ടികൾക്ക് നമ്മൾ എത്ര ബുക്ക് വാങ്ങിച്ചു കൊടുത്താലും മതിയാവില്ല. അവർക്ക് അത് മൂന്ന് ദിവസത്തിനകം തീർക്കും. എന്നുവെച്ചാൽ അതൊരു നല്ലൊരു ഐഡിയ, അവർക്ക് നല്ലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഇവിടെ എല്ലാവരും വാങ്ങിക്കുകയും ചെയ്യും. ഡ്രോയിങ് സ്കിൽസ് ഉണ്ടെങ്കിൽ അത് വീഡിയോ ഉണ്ടാക്കുക, അത് ഒരുപാട് ആൾക്കാർ കാണാൻ ഇഷ്ടം. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു സ്പെല്ലാണത്, ഒരു മന്ത്രവാദമാണ്. അതപ്പം ഞാനത് ഫസ്റ്റ് ഈ ചാനൽ തുടങ്ങിയപ്പം ഇട്ടതാണ്. ഗുഡ് മോർണിംഗ് പൂജ, ഗുഡ് മോർണിംഗ്. പൂജയുടെ കമൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഒരുപാട് ചിരിച്ചു. എൻ്റെ വാക്ക് കേട്ട് പൂജ ചിരിച്ചു എന്ന് പറഞ്ഞു. പൂജയുടെ കമൻറ്റ് കേട്ട് ഞാനും ഒരുപാട് ചിരിച്ചു. ഈ ചില സമയത്ത് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുമ്പോഴേ ഗുഡ് ന്യൂസ് പറയാനുണ്ടോ? മെസ്സേജ് അയച്ചേക്കൂ. പബ്ലിക്കായിട്ട് പറയണ്ടാക്കി മെസ്സേജ് അയച്ചേക്കൂ. ഗുഡ് ന്യൂസ് പറയാനുണ്ടോ? വെരി ഗുഡ്. ഞാൻ പറഞ്ഞില്ലേ ഗുഡ് ന്യൂസ് വരുമെന്ന്. അതൊരു നല്ലൊരു കാര്യമാണ് പൂജയുടെ റീഡിങ് കറക്റ്റായിട്ട് വന്നു എന്ന് തോന്നുന്നു. ഭയങ്കര സന്തോഷമാണ്. ഓരോരുത്തർ ഇങ്ങനെ എൻ്റെ ഒരു സർക്കിൾ തന്നിരുന്നില്ലേ, അത് വെച്ച് പ്രാർത്ഥിച്ച അമൗണ്ട്. വെരി വെരി ഗുഡ്. അത് ക്ലോണിക്കാണ് കേട്ടോ, അത് ക്ലോണിക്കാണ്. ഇതേ സാധനമാണ്, പക്ഷെ അതിൻ്റെ വേറൊരു ഫോമാണ് ഞാൻ പൂജയ്ക്ക് തന്നത്. അതുമാതിരി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ കൈകൊണ്ട് ഉണ്ടാക്കും, നമ്മുടെ ഹാൻഡ് വർക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ജെയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ കല്ലിൽ ഈ വരയ്ക്കുകയാണ് ചെയ്യുന്ന. ഇത് ലേറ്റസ്റ്റാണ്. ഇത് വിലക്കുറവാണ്. സാധാരണ ആൾക്കാർക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് ആയതുകൊണ്ട് നമ്മൾ ഇത് ഇറക്കിയതാണ്. ഇത് വിലക്കുറവാണ്. മറ്റേ പൂജയ്ക്ക് തന്നത് നല്ല വിലയുള്ള സാധനമാണ്. അത് മാത്രമല്ല, അത് ക്ലോണിക്ക് തന്നെയാണ്. അതിനകത്ത് ആ സിജിൽ നോക്ക്, ഈ സിമ്പിൾ കണ്ടില്ലേ അതിനകത്ത്, ആ ബ്ലാക്കിൽ കൊടുത്തേക്കുന്ന, വൈറ്റിൽ ബ്ലാക്ക് അകത്ത് കൊടുത്തേക്കുന്നത്, അതാണ് സാധനം. ക്ലോണിക്ക് ഭയങ്കര പവർഫുള്ളാണ്. പൂജ അതിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം കേട്ടോ. അത് വളരെ സീരിയസ് ആയിട്ടൊരു മാറ്ററാണ്. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എവിടെയെങ്കിലും ഒരു ക്ലോണിക് വീഡിയോ നമ്മുടെ മറ്റേ ചാനലിൻ്റെ ഞാൻ ലിങ്ക് തന്നിരുന്നല്ലോ പൂജയ്ക്ക്, അതിൽ പോയിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ഞാൻ പൂജയ്ക്ക് ലിങ്ക് അയച്ചു തരാം. ആ വീഡിയോയുടെ താഴെ പോയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം പൂജ കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. നല്ല കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ചാനലിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു ശല്യക്കാരെ എങ്ങനെ ഒഴിവാക്കാമെന്ന് പറഞ്ഞു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്പെല്ലാണ്, അതൊരു മന്ത്രവാദമാണ്. അപ്പോൾ ആ വീഡിയോയുടെ ഒരു തുടക്കം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു പൂജ. അപ്പോൾ ആ സ്പെല്ലിൻ്റെ ഒരു തുടക്കം അതായത് അത് 3 പാർട്സ് എന്തോ ആയിട്ടാണ് വരുന്നത്. അത് ജസ്റ്റ് ഞാൻ
എങ്ങനെ ആൾക്കാർ സ്വീകരിക്കും എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ തുടക്കം മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിലാരും അത് കാണുന്നുണ്ടായിരുന്നില്ല ആ വീഡിയോ. പക്ഷെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ ആ വീഡിയോ കണ്ടു തുടങ്ങി. അപ്പോൾ അതിൻ്റെ അവസാനം ഞാൻ അതിൻ്റെ തുടക്കം മാത്രമേ ഇട്ടുള്ളൂ. എന്നിട്ട് ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അല്ല അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കി ഭാഗം വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അയ്യോ, ഭയങ്കരമായിട്ട് ഉറക്കം വരും. ഇന്നലെ രാത്രിയിൽ കിടന്നപ്പോൾ 12 മണി കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ സമയമായി. പക്ഷേ എനിക്ക് എന്നും എഴുന്നേൽക്കുന്ന ആ ഒരു ശീലമുണ്ട്. 2:30 മണി 3 മണിയാകുമ്പോൾ എന്നും എഴുന്നേൽക്കും. ആ നേരമായപ്പോൾ എഴുന്നേറ്റ് പോയി. അതുകൊണ്ട് ഉറക്കം ഇങ്ങനെ നിൽക്കുക കണ്ണിൽ. അപ്പോൾ പറഞ്ഞു വന്നത് ആ ഒരു വീഡിയോയെക്കുറിച്ചാണ് പറഞ്ഞത്. ആ വീഡിയോ ഇപ്പം കുറച്ച് ആൾക്കാർ കണ്ടു തുടങ്ങി. ഇപ്പം ഇന്നലെ എനിക്ക് അതിനകത്തൊരു കമൻറ്റ് വന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ബാക്കി ഭാഗം കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്താലേ ബാക്കി ഭാഗം അപ്ലോഡ് ചെയ്യുള്ളൂ എന്ന് ഞാനൊരു വാക്ക് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും നാളായി, ഇപ്പോൾ 3 ആഴ്ചയായി ആ വീഡിയോ ഇട്ടിട്ട് ആരും കമൻറ്റ് ചെയ്തിട്ടില്ല. ഇന്നലെ ഒരാൾ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ അതാരാണോ, ഭയങ്കര സന്തോഷമായി, അറിയില്ല. പക്ഷേ ആരോ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ അതിൻ്റെ ബാക്കി ഇടും. വേറെയും ചെറിയ ചെറിയ വീഡിയോസ് എല്ലാം ഇടും. ഇനിയിപ്പോൾ ചെറിയ ചെറിയ മന്ത്രവാദ പ്രയോഗങ്ങൾ. മന്ത്രവാദം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ പറയുന്ന പോലെ ഒരു ഭീകര സംഭവമൊന്നുമല്ല. മന്ത്രവാദവും നമ്മുടെ പൂജയെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ അമ്പലത്തിൽ പോയി ശത്രു സംഹാര പൂജ ചെയ്യുന്നില്ലേ, അത് തന്നെയാണ് സ്പെല്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേണ്ടാത്ത ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് എങ്ങനെ എന്ന് ചെയ്യുന്ന പൂജ. അതൊരു ശത്രു സംഹാര പൂജ തന്നെയാണ്. അതിൻ്റെ വേറൊരു വേർഷനാണ്. അതൊരു വെസ്റ്റേൺ വേർഷനാണ്, അത്രയേ ഉള്ളൂ. അതുപോലെ ക്ലോനെക്കിനെ പറ്റി നിങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡീമൺ എന്ന് കാണും. അതായത് ഒരു ഈവിൾ എന്ന് പറഞ്ഞിട്ട് കാണും. പക്ഷേ ഞാൻ ഒരു ദിവസം എൻ്റെ അമ്മയുടെ അനിയത്തിയുണ്ട്, വലിയൊരു ജ്യോതിഷിയാണ്, ജ്യോത്സ്യമൊക്കെ നോക്കുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ. അത് മാത്രമല്ല, അവർ വളരെ ഭക്തിമാർഗം സഞ്ചരിച്ച ഒരു സ്ത്രീയാണ്. അവരുടെ അടുത്ത് ഞാനൊരു ദിവസം ഇങ്ങനെ ക്ലോണിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ അവരാണ് എനിക്ക് പറഞ്ഞു തന്നത്, അത് നമ്മുടെ കുബേരനല്ലേ എന്ന് പറയും. അപ്പോൾ അത് നമ്മുടെ കുബേരനെ ആരെങ്കിലും ഡീമൺ എന്ന് പറയുമോ? ഇല്ലല്ലോ. അപ്പോൾ കുബേരൻ്റെ മറ്റൊരു മുഖമാണ് ക്ലോണിക്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കുബേരനെ ഒരുപാട് ആൾക്കാർ, ഈ ബിസിനസ്സുകാരെല്ലാം വീട്ടിൽ വയ്ക്കും. കുബേരൻ്റെ പ്രതിമ വീട്ടിൽ വയ്ക്കും. കാര്യം പൈസ വരാനായിട്ട് ഏറ്റവും നല്ലതാണെന്ന് പറയും. അവർ ഒരുപാട് പൂജകളൊക്കെ ചെയ്യും കുബേരന്. അതേപോലെ ഒരു ദൈവമാണ് ക്ലോനയ്ക്കും. നമ്മളെ വിശ്വസിച്ചാൽ നമുക്ക് കൊണ്ട് തന്നിരിക്കും, 100% കൊണ്ട് തന്നിരിക്കും. നമുക്കൊക്കെ അത് കിട്ടിയ അനുഭവമുള്ള ആൾക്കാരാണ്. ഞാൻ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ അതിന് ഗുണമുണ്ടായിട്ടുണ്ട്. ആർക്കൊക്കെ ഞാൻ ക്ലോനയ്ക്ക് കൊടുത്തിട്ടുണ്ടോ, എനിക്ക് ക്ലോനക്കിൻ്റെ സെയില് ഞാനൊരു ഞങ്ങൾക്കൊരു കോയിനുണ്ട്, ക്ലോനക്കിൻ്റെ ഒരു കോയിൻ. അത് ഞാൻ വെറുതെ പറയുമല്ല, കൂട്ടി പറയുമല്ല. 3 ലക്ഷം പേരാണ് ആ കോയിൻ നമ്മുടെ ആമസോൺ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചത്. അതിൻ്റെ വില 1000 രൂപയാണ്. 3 ലക്ഷം പേരാണ് അത് വാങ്ങിച്ചത് നമ്മുടെ ആമസോൺ സ്റ്റോറിൽ നിന്ന്. അത്രമാത്രം അത് സെയിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് ഒന്ന് ആലോചിച്ച് നോക്കണം. അത് എന്തുമാത്രം പവർഫുള്ളായിട്ടാണ് ആൾക്കാർ അങ്ങനെ വാങ്ങിക്കുന്നത്. വെറുതെ ഒന്നും ആൾക്കാർ വാങ്ങിക്കില്ല. അത് പിന്നും അവർക്ക് ഉപയോഗിച്ച് നോക്കുമ്പോൾ അവർക്ക് അത് പവർഫുള്ളാണെന്ന് കണ്ടിട്ട്, അത് ഉപയോഗമുണ്ട് എന്ന് കണ്ടിട്ട് തന്നെ അവർ വാങ്ങിക്കുന്നത്. ഇതാണ് സാധനം കേട്ടോ, ഇതാണ് സാധനം ക്ലോനെക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ലോനെക്കിനെ പറ്റിയാണ്. എൻ്റെ കയ്യിൽ വെച്ചേക്കുന്നതാണ്. വേറെ ഉണ്ടോയെന്ന് നോക്കട്ടെ, എൻ്റെ കോയിൻ്റെ പടം ഉണ്ടോയെന്ന് നോക്കട്ടെ. ഇതതിൻ്റെ പെൻഡൻ്റാണ്, മാലയിൽ കോർത്തിടുന്ന പെൻഡൻ്റാണിത്. കോപ്പർ കോയിനാണ്. അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സിജിൽ വെച്ചേക്കുന്നത്. അതിൻ്റെ പുറത്ത് റെസിൻ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കോപ്പർ ഇതാണ് എന്താ പറയുന്ന, ഇത് വളച്ച് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ ബാക്കിൽ വെക്കുന്നത് ഇതേ കണ്ടോ, അത് ഞാൻ കൈകൊണ്ട് ഉണ്ടാക്കുന്നത്, മൊത്തം കൈകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. കോപ്പർ കോയിൻ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം കൈകൊണ്ടുണ്ടാക്കുന്നത്. ഇതിൻ്റെ ബാക്കിലിരിക്കുന്നുണ്ട്, അത് ഇളകി വരത്തില്ല. അത് കോപ്പർ കോയിലാണ്. ഈ കോപ്പർ കോയിലിന് ഭയങ്കരമായിട്ട് എനർജി സർക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. നമ്മൾ ഇലക്ട്രിസിറ്റിക്ക് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? കോപ്പർ കോയിലല്ലേ ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ഇലക്ട്രിസിറ്റി, ഒരു എനർജിയാണ്. അപ്പോൾ അത് സർക്കുലേറ്റ് ചെയ്യാനുള്ള, അത് ഇങ്ങനെ കറക്കാനുള്ള ഒരു കഴിവുണ്ട് അതിന്. അതുകൊണ്ടാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ വലുത്, ഇതിപ്പോൾ വേറെ ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ വലുത് ഇപ്പോൾ ഇത് 8 ഇഞ്ചാണേ. ഇത് കണ്ടോ,
ഇത് ഓഫീസിലും വീട്ടിലും ഒക്കെ വയ്ക്കുന്ന 8 ഇഞ്ചിൻ്റെ ക്ലോനെക്കാണിത്. ഇത് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് ഓർഡർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ന്. ഇതിൻ്റെ വില 6500 രൂപയാണ്. ഇതിൻ്റെ വില. ഇത് 8 ഇഞ്ചാണ്. അപ്പോൾ ബോളിൽ വയ്ക്കും ഇത്. ഇതിനേക്കുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ വെറുതെ കാണിക്കുകയാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി കാണിക്കണമെന്നേ ഉള്ളൂ. ഇത് സോളമൻ സീൽസിൻ്റെ മാനിഫെസ്റ്റേഷൻ്റെ പെൻറ്റക്കിളാണ് ഈ നടുക്കിരിക്കുന്നത്. ഇതൊരു കോസ്റ്ററാണ്. ചായ കാപ്പിയൊക്കെ അടയ്ക്കാൻ വെക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന, നമുക്ക് ടേബിളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോസ്റ്ററാണ്. അതിൻ്റെ അകത്ത് ഇതും മണി അട്രാക്ഷനാണ്. ഇതിന് കിങ് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, പച്ച കളറിൽ കാണുന്ന അവഞ്ചുറിൻ ക്രിസ്റ്റലാണ് കേട്ടോ. അതിൻ്റെ ഏറ്റവും വെള്ള പോലെ നമുക്ക് കാണാം, പക്ഷെ അത് വെള്ളയല്ല, അത് ക്ലിയർ ക്വാർട്സ് ആണ്. ക്ലിയർ ക്വാർട്സ് ക്രിസ്റ്റലാണ് ഏറ്റവും ബോർഡറിൽ റൗണ്ട് സർക്കിൾ വരുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത സർക്കിൾ വരുന്നത് അവഞ്ചുറിൻ ക്രിസ്റ്റലാണ്. അതും പൈസ അട്രാക്ട് ചെയ്യുന്ന ക്രിസ്റ്റലാണ്. അതും കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ആ മാനിഫെസ്റ്റേഷൻ സിജിലിൻ്റെ തൊട്ട് ചേർന്നിരിക്കുന്ന ഒരു ബ്ലാക്കിഷ് കളറിൽ നിങ്ങൾ കാണുന്നത് അത് പൈറൈറ്റാണ്. പൈറൈറ്റ് എന്ന് പറയുന്നത് ഫൂൾസ് ഗോൾഡ് എന്ന് പറയും. ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്രിസ്റ്റലാണ് ഫോർ മണി അട്രാക്ഷൻ. പൈസ ആയിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുതരും. അതിലുള്ളതാണ് ഈ പൈറൈറ്റ്. അത് മാത്രം ഹെൽത്തിനും പൈസയ്ക്കും ഈ ഒരു ക്രിസ്റ്റൽ ഭയങ്കര പവർഫുള്ളാണ്, പൈറൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ വീഡിയോസിൽ നമുക്ക് 3 പ്രൈസില്ലേ, ആ 3 പ്രൈസിലും നമുക്ക് പൈറൈറ്റ് സ്റ്റോണുണ്ട്, പൈറൈറ്റ് ക്രിസ്റ്റലുണ്ട്. ആ 3 ബ്രേസ്ലെറ്റിലും ഉണ്ട് പൈറൈറ്റ് ക്രിസ്റ്റൽ. അപ്പോൾ അതാണ് ആ ഒരു വീഡിയോയുടെ പ്രത്യേകത. ഇത് എന്താ ഉള്ളത്, എൻ്റെ ഫോണിലധികം സാധനങ്ങളില്ല. പിന്നെ ഏഞ്ചൽസിൽ താല്പര്യമുള്ളവർക്ക് ഇത് കണ്ടോ, ഇത് ഏഞ്ചൽ ഇതാണ് കോസ്റ്ററാണ്. ഇതിനകത്ത് ഈ കളർ, ഇത് ബ്ലൂ വരും, പിങ്ക് വരും, വയലറ്റ് വരും. അതിൻ്റെ 6 എണ്ണം ഒരു സെറ്റാണ്. അത് ഒരു സെറ്റിന് 1000 രൂപയാണ്. 6 എണ്ണത്തിൻ്റെ ഒരു സെറ്റ്. ഇത് കുറച്ച് കട്ടിയുണ്ട്. അതിങ്ങനെ നമുക്ക് ചായക്കപ്പൊക്കെ അതിൻ്റെ പുറത്ത് വയ്ക്കാം, അല്ലെങ്കിൽ മേശപ്പുറത്ത് എന്തെങ്കിലും സാധനം വയ്ക്കാം, ഫുഡ് വയ്ക്കാം. ഏഞ്ചൽസാണ് അതിൻ്റെ അകത്ത്. 3 ഏഞ്ചൽസ് വെച്ച് ആണ് വരുന്നത്. അത് 5 കളറുണ്ട് അതിൻ്റെ. ഇതാണ് ആ കിങ് ഓഫ് മാനിഫെസ്റ്റേഷൻ്റെ തിക്നെസ് കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ചില്ലേ സിജില്, മാനിഫെസ്റ്റേഷൻ്റെ സിജിലുള്ള അതിൻ്റെ തിക്നെസ്സാണ് ഇതിൻ്റെ തിക്നെസ്. ഹേയോ മാജിക്. ഇത് തെറിയൊന്നും പറയണ്ട, ഇത് ഇലുമിനാറ്റി ഒന്നും അല്ല കേട്ടോ. തെറി പറയുമ്പോൾ ഒരു സുഖം കിട്ടുമെങ്കിൽ തെറി പറഞ്ഞോ, കുഴപ്പമില്ല. ഇത് ഇലുമിനാറ്റി ഒന്നും അല്ല, ഇത് ഒറിജിനൽ പിന്നെന്താ പറയുന്നത്, പുരാതനമായ സ്ക്രിപ്റ്റ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നമ്മുടെ യൂറോപ്പിലെല്ലാം ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണനെയും ഒക്കെ കാണിച്ചാൽ കുറച്ച് ഞാൻ പറയുന്ന ആൾക്കാർ, അതായത് ലോകമൊന്നും കണ്ടിട്ടില്ലാത്ത ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. യൂറോപ്പിൽ മാത്രം ജീവിച്ച് വേറെ ഒരു മനുഷ്യരെയും കണ്ടിട്ടില്ലാത്ത ആൾക്കാരെ നമ്മുടെ കൃഷ്ണനെ കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് ഡീമണാണെന്ന് പറയും. അതൊരു ഡീമണാണെന്ന് പറയും, അത് ഇറ്റ്സ് സൈറ്റൻ എന്ന് പറയും അവർ. അതുപോലെ നമ്മുടെ ശിവനെ കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് സൈറ്റൻ ആണെന്ന് പറയും. അത്രയേ ഉള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാട്. നമ്മൾ കാണാത്തതിനെ നമ്മളതിനെ നമ്മളുടെ മനസ്സിൽ തോന്നുന്നു നമ്മൾ പറയും, അത്ര തന്നെ. നമുക്കറിയില്ലാത്തതിനെ പറ്റി. നമ്മൾ ആരാധിക്കുന്ന ഭദ്രകാളിയില്ലേ, ഭദ്രകാളിയുടെ രൂപം എന്താണ്? ആ രൂപം നിങ്ങൾ കൊണ്ടുപോയി ഒരു യൂറോപ്പിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലോ എവിടെയെങ്കിലും ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാളിനെ നിങ്ങൾ ആ പടം കാണിച്ചു കൊടുത്താൽ അവർ പേടിച്ചോടും. അവർ പറയും ഇതെന്തോ ഒരു രാക്ഷസ ഇതാണെന്ന് പറയും. നമുക്കാരാണ് ഭദ്രകാളി? നമുക്കത് ദേവിയാണ് അല്ലേ? അതുപോലെ ഹനുമാൻ പകുതി മനുഷ്യൻ പകുതി വാനരൻ. നിങ്ങൾ കൊണ്ടുപോയി ഒരു വെള്ളക്കാരനെ കാണിച്ചു കൊടുക്ക്. ഇപ്പോൾ ഒക്കെ ആൾക്കാർക്ക് അറിയാം, മുമ്പൊന്നും അറിയില്ലായിരുന്നു, കുറേയൊക്കെ അറിയാം. പക്ഷെ അങ്ങനെ ഒരു ഒന്നും അറിയില്ലാത്ത ഈ മാതിരി ഉള്ള നമ്മുടെ തോന്നലാണ് കേട്ടോ. ഈ
കേരളക്കാർക്കൊക്കെ എല്ലാം അറിയാതെ, അവർക്കൊന്നും ഒന്നും അറിയില്ല, അവർക്കൊന്നും ഒരു വിവരവും ഇല്ല. അവർക്ക് കുറച്ച് ആൾക്കാർ, ഈ സിറ്റിയിലൊക്കെ ഉള്ള കുറച്ച് ആൾക്കാർ, പഠിത്തമുള്ള കുറച്ച് ആൾക്കാർക്ക് എല്ലാം അറിയാവുള്ളൂ. അവർക്ക് എഡ്യൂക്കേഷൻ കുറവാണ്. പൊതുവെയുള്ള സിറ്റീസിലെല്ലാം എഡ്യൂക്കേഷൻ കുറവാണ്. നമ്മുടെ ഇന്ത്യൻസിന് ഒന്നുമില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ട് കൂടുതലും. പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്, ഒരുപാട് കൗണ്ടീസും പിന്നെ എന്താ പറയുന്നത് സ്റ്റേറ്റ്സും ഒക്കെ ഉള്ള അതിലൊന്നും ഒരു 80% ആൾക്കാർക്കും എഡ്യൂക്കേഷൻ ഇല്ല, അവർക്ക് അറിയില്ല. അവരുടെ ഭാഷ ഇംഗ്ലീഷാണ്, അതുകൊണ്ട് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഭാഷ മലയാളം ആയതുകൊണ്ട് നമ്മൾ മലയാളം സംസാരിക്കുന്നു. എന്നോട് ഒരു സായിപ്പ് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ഭാഷ അറിയാമെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, തമിഴ് അറിയാം, മലയാളം അറിയാം, അറബിക്ക് അറിയാം, 5 ഭാഷ എനിക്കറിയാം. അപ്പം അവൻ എന്നോട് പറയുകയാണ്, അയ്യോ എനിക്ക് ഒരേ ഒരു ഭാഷ അറിയാവുള്ളൂ, അത് ഇംഗ്ലീഷാണെന്ന്. അതാണ് വ്യത്യാസം. അവർക്ക് ആ ഒരു ഭാഷയെ മാത്രമേ അറിയാവുള്ളൂ. അത് വെച്ചാണ് അവരെ എല്ലാവരും ഇംഗ്ലീഷ് ഇംഗ്ലീഷ്. അതൊരു വലിയൊരു കാര്യമൊന്നുമല്ല. അവരുടെ ഭാഷ അവരുടെ രാജ്യത്തിൻ്റെ ഭാഷ അതാണ്, അതുകൊണ്ട് അവരത് പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പം അതുപോലെ അതാണ് പറഞ്ഞത്, അവരുടെ ഇടയിൽ സംസാരിക്കുന്നത് തന്നെ പലർക്കും എഴുതാനും വായിക്കാനും അറിയാമോ? മിക്കവർക്കും ഒരു തെറ്റില്ലാതെ ഒരു ഇംഗ്ലീഷ് ഒരു പാരഗ്രാഫ് എഴുതാൻ അറിയില്ല. അവർ എഴുതുന്നത് മുഴുവൻ പൊട്ടത്തിട്ടായിരിക്കും. അപ്പം അതാണ് പറയുന്നത്, നമുക്ക് അറിഞ്ഞിടാത്ത കാര്യത്തിനെ നമ്മൾ ചേത്താനെന്നും സാത്താനെന്നും ഒക്കെ പറയും. അപ്പം അതുപോലെ അവരും പറയും തിരിച്ച്. നമ്മുടെ ദൈവങ്ങളെയൊക്കെ കാണുമ്പോൾ അവരും പറയും ഇതുപോലെ, ഇത് സാത്താനാണെന്ന് പറയും. ഞാൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഡീൽ ചെയ്യുന്നത് കൂടുതലും എക്സോറ്ററിസം എന്ന് പറയും. അതായത് പണ്ട് കാലത്തെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും രഹസ്യമായി കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ, അതാണ് പഠിപ്പിക്കുന്നത്. ഇലുമിനാറ്റിയൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല. അല്ലാതെ ഒരുപാട് പേരെ പുരാതനമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നേരം വെളുത്തും തോന്നുന്നു, ഓരോരുത്തരൊക്കെ എഴുന്നേറ്റ് തെറി പറയാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് നമുക്ക് നിർത്താം അല്ലേ? ക്യാറ്റ് ലവർ, ഹായ് ക്യാറ്റ് ലവർ. മലയാളിയാണോ? എന്നെ തെറി പറയാൻ വന്നതാണോ? തെറി പറഞ്ഞതല്ല, അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഏത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയതാണ്? ഈ പടം കണ്ടപ്പോഴാണോ ഞെട്ടിപ്പോയത്? അതോ അത് ഞാനിപ്പോൾ കാണിച്ചുതരാം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ പറഞ്ഞുതരാം അതെന്താണെന്നുള്ളത്. അത് ഇതാണ് സംഭവം. ഇത് ഒരു ഏഞ്ചലാണ് ആക്ച്വലി. ഇതൊരു ഏഞ്ചലാണ് കേട്ടോ. ആ ഏഞ്ചൽ, അതായത് ഒരു ആർക്കേഞ്ചൽ എന്ന് പറയും. നമ്മൾ മൈക്കൽ, ആർക്കേഞ്ചൽ യൂറിയൽ, ആർക്കേഞ്ചൽ ഗബ്രിയൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ ഒരുപാട് ആർക്കേഞ്ചൽസ് ഉണ്ട്. പലതും നമ്മൾ ബൈബിളിൽ അതിനെപ്പറ്റി പറയുന്നില്ല. കാര്യം കുറേ കാര്യങ്ങളൊക്കെ ബൈബിൾ ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ടാണ് പിന്നെ പുതിയ ബൈബിൾ വന്നത്. അതായത് ന്യൂ ടെസ്റ്റ്മെൻ്റ് ഒക്കെ വന്ന പഴയ ബൈബിൾ, ഓൾഡ് ടെസ്റ്റ്മെൻ്റ് എന്ന് പറയും, ആർക്കേഞ്ചലുണ്ട്. ആ ആർക്കേഞ്ചലാണ് ഏഞ്ചൽസിൻ്റെ എല്ലാം തലവൻ എന്നാണ് പറയുന്നത്, മെറ്റാട്രോൺ. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, ആർക്കേഞ്ചൽ മെറ്റാട്രോണിൻ്റെ തലയാണ് ഇതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ സാധനം എന്താണെന്ന് പറഞ്ഞാൽ, സോളമൻ എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. ഇസ്രയേലിലെ ഏറ്റവും അവസാനത്തെ രാജാവാണ് സോളമൻ എന്ന് പറഞ്ഞ്. സോളമനെ പോലെ പൈസയുള്ള ഒരു സമ്പന്നനായ ഒരു വ്യക്തി ഈ ലോകത്ത് ഇന്ന് വരെയും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ സോളമൻ അത്ര പവർഫുള്ളായിരുന്നു, അത്ര ധനവാനായിരുന്നു, രാജാവായിരുന്നു. സോളമൻ എൻ്റെ ഫാദറിൻ്റെ 2ാമത്തെ മകനായിരുന്നു സോളമൻ. സോളമൻ്റെ ഫാദറിൻ്റെ മൂത്ത മകനാണ് ശരിക്കും രാജാവാകേണ്ടിയിരുന്നത്. പക്ഷേ ഈ മകന് ഭയങ്കര ബുദ്ധിയായിരുന്നു, ഭയങ്കര ബുദ്ധിയും ഭയങ്കര ഈശ്വര വിശ്വാസമായിരുന്നു. അപ്പം സോളമൻ്റെ അമ്മയും സോളമൻ്റെ മൂത്ത സഹോദരനും കൂടി സോളമൻ്റെ ഫാദർ രാജാവ് മരണക്കിടക്കയിൽ കിടന്നപ്പോൾ പറഞ്ഞു കൊടുത്ത്, ഈ മകനെ രാജാവാക്കിയാൽ മതി, ഈ മകനായിരിക്കും രാജ്യം നല്ലോണം നോക്കുന്നതെന്ന് പറഞ്ഞാണ് ഈ മകനെ രാജാവാക്കിയത്, സോളമൻ്റെ കഥയാണ് കേട്ടോ. അപ്പോൾ സോളമൻ ചെറിയ കുട്ടിയായിരുന്നു, എനിക്ക് തോന്നുന്നു 14 വയസ്സെന്തോ ആയിരുന്നപ്പോഴാണ് രാജാവാകുന്നത്. അപ്പോൾ സോളമൻ ഭയങ്കര ദൈവവിശ്വാസമായിരുന്നു. അന്നത്തെ അവരുടെ ദൈവം, ഇസ്രയേലികളുടെ ദൈവം. അപ്പോൾ സോളമൻ എപ്പോഴും ഇങ്ങനെ ദൈവത്തിനെ വിളിക്കും, പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യും. എല്ലാം ദൈവം പറയുന്ന പോലെ. നിങ്ങൾ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ടാവും, സോളമൻ ഒരു 2 സ്ത്രീകൾ സോളമൻ്റെ കോർട്ടിൽ വന്ന് ഒരു കുട്ടിക്ക് വേണ്ടി വഴക്കടിച്ച ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പലർക്കും അറിയാവുന്ന ഒരു കഥയാണ്. അതായത് ഒരു സ്ത്രീ പറയും ഇതെൻ്റെ കുട്ടിയാണ്, മറ്റേ സ്ത്രീ പറയും ഇതെൻ്റെ കുട്ടിയാണ്, ഞാൻ പ്രസവിച്ച കുട്ടിയാണ്. 2 സ്ത്രീകളും കൂടെ
ഭയങ്കര അടിയായി. അവസാനം രാജാവിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്നു ഇവരുടെ ഇടയിലേക്ക്. ആൾക്കാരൊക്കെ ഇരിക്കുന്ന അവിടെ ഉണ്ടല്ലോ, അവിടോട്ട് ഇറങ്ങി വന്നിട്ട് രാജാവ് പറഞ്ഞു, പടയാളിയോട് പറഞ്ഞു, ആ കുട്ടി എടുക്കുമെന്ന് പറഞ്ഞു. ആ കുട്ടി എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് പിളർന്ന് രണ്ടുപേർക്കും കൊടുത്തേക്കെന്ന് പറഞ്ഞു. അപ്പോൾ തീരുമല്ലോ പ്രശ്നമെന്ന് പറഞ്ഞു. അപ്പോൾ ആ നിമിഷം അതിലൊരു സ്ത്രീ പറഞ്ഞു, വേണ്ട വേണ്ട, അവർക്ക് കൊടുത്തേക്കും, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പം ആ സ്ത്രീയാണ് ആ കുട്ടിയുടെ യഥാർത്ഥ അമ്മ. കാര്യം പ്രസവിച്ച കുട്ടിയാണ്. അവരെങ്ങനെ പറയും, അവരെങ്ങനെ സമ്മതിക്കും ആ കുട്ടിയെ പിളർന്നെടുക്കാനായിട്ട്? അതായിരുന്നു സോളമൻ്റെ ബുദ്ധി. അതാണ് ഈ കഥ പലരും കേട്ടിട്ടുണ്ടാവും, പലർക്കും അറിയാമായിരിക്കും. ഈ കഥ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കഥയാണ്, പുരാണങ്ങളിലുള്ളതാണ്. അതാണ് സോളമൻ. ആ സോളമന് അന്നപ്പം ഇസ്രയേലിൽ ഭയങ്കര എന്താ പറയുന്നത്, മഴയൊന്നും ഇല്ല അവിടെ. സോളമനാണെങ്കിൽ ഒരുപാട് ചെടികളും വിശിഷ്ടമായിട്ടുള്ള ചെടികളും പിന്നെ മരുന്നുണ്ടാകുന്ന ചെടികളും അങ്ങനെയുള്ള ഒരുപാട് മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഓരോ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് അവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കണ്ടേ? മഴയില്ലാതെ എന്ത് ചെയ്യും? സോളമൻ എന്നും ദൈവത്തിനെ വിളിക്കും, മഴ കൊണ്ട് എൻ്റെ രാജ്യത്ത് മഴ കൊണ്ടുവരണേ എന്ന് പറഞ്ഞു. അങ്ങനെ സോളമൻ എന്ത് തീരുമാനിച്ചു? സോളമൻ ആ ദൈവത്തിന് വേണ്ടി ഒരു അമ്പലം പണിഞ്ഞു. അന്നൊക്കെ അമ്പലം എന്നാണ് പറയുന്നത്, ടെമ്പിൾ എന്നാണ് പറയുന്നത്, പണിഞ്ഞു. ആദ്യത്തെ ടെമ്പിളാണ് ഇസ്രയേലിൽ. അപ്പോൾ സോളമൻ ഈ ടെമ്പിൾ പറഞ്ഞപ്പം ദൈവം ഭയങ്കര സന്തോഷമായി, ദൈവത്തിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ദൈവം പ്രത്യക്ഷപ്പെട്ടു, സോളമൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, സോളമൻ, നീ എനിക്ക് വേണ്ടി നീ അമ്പലം പണിഞ്ഞു, നീ ലോകരെ മുഴുവൻ എന്നെപ്പറ്റി അറിയിക്കുന്നു, അപ്പം നിനക്ക് എന്താ വേണ്ടത്? നീ ഒരു വരം ചോദിക്കൂ, നീ ചോദിക്കുന്ന എന്ത് വേണേലും ഞാൻ തരാമെന്ന് പറഞ്ഞു. നമ്മുടെ പുരാണങ്ങളിലില്ലേ നമ്മുടെ ദൈവങ്ങൾ പ്രത്യക്ഷപ്പെട്ട് വരം കൊടുക്കുന്നത് അതുപോലെ. അപ്പം ആ ദൈവം ഇങ്ങനെ സോളമനോട് പറഞ്ഞു, നീ വരം ചോദിക്കൂ, ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചപ്പോൾ സോളമൻ പറഞ്ഞു, എനിക്ക് എൻ്റെ പ്രജകളെ നല്ലോണം ഭരിക്കാനുള്ള ഒരു കഴിവ് തരണം, അതിനുള്ള ഒരു അറിവ് എനിക്കുണ്ടാവണം, എനിക്ക് അത് മാത്രം മതിയെന്ന് പറഞ്ഞു. ദൈവം യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ദൈവം വിചാരിച്ചു ഇവന് ഈ ഉള്ള കാലം ജീവിച്ചിരിക്കാൻ, അതായത് മരിക്കാതിരിക്കാനുള്ള വരവായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ശത്രുക്കളെ കൊന്നൊടുക്കാനുള്ള വരവായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ നാടും പിടിച്ചടക്കാനുള്ള വരവായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ അവന് ഇഷ്ടം പോലെ പൈസയ്ക്കായിരിക്കും അവൻ ചോദിക്കുന്നത്. പക്ഷെ അവൻ ചോദിച്ചിരിക്കുന്ന അവൻ്റെ നാട്ടുകാരെ നന്നായിട്ട് ഭരിക്കാൻ ഉള്ള അറിവ് കിട്ടാനുള്ള വരവാണ് അവൻ ചോദിച്ചത്. ദൈവം ഞെട്ടിപ്പോയി. ദൈവം എന്താ ചെയ്ത്? ദൈവത്തിന് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ ഒരു ആള് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ അവനവന് വേണ്ടി ഒന്നും ചോദിക്കാതെ അവൻ ഭരിക്കുന്ന ജനത്തിന് വേണ്ടി ചോദിക്കുന്നു, പ്രജകൾക്ക് വേണ്ടി ചോദിക്കുന്നു. അങ്ങനെ ദൈവം അവന് വരം കൊടുത്തു. നീ എന്ത് ചോദിച്ചാലും നിനക്ക് കിട്ടും. അത് മാത്രമല്ല, നിനക്ക് ഞാനൊരു പ്രത്യേകമായിട്ടുള്ളൊരു കഴിവ് കൂടെ തരികയാണെന്ന് പറഞ്ഞ് ദൈവം ഒരു കഴിവ് സോളമന് കൊടുത്തു. ആ കഴിവ് കൊണ്ട് സോളമന് ഈ നമ്മുടെ യൂണിവേഴ്സ്, ഇപ്പോൾ ഇത് വേൾഡ്, ഈ വേൾഡിൽ നമ്മുടെ ഹ്യൂമൻ വേൾഡ് കൂടാതെ ഉള്ള വേൾഡുകളുണ്ട്, അതായത് റെൽംസ് എന്ന് പറയും, യൂണിവേഴ്സുകളുണ്ട്. മരിച്ച ആൾക്കാർ ജീവിക്കുന്ന യൂണിവേഴ്സ്, പിന്നെ ഈ ഏഞ്ചൽസ്, അങ്ങനെയൊക്കെ ഉള്ള ദിവ്യശക്തികളുടെ വാസസ്ഥലങ്ങളുണ്ട്. അപ്പം അവിടേക്ക് കടക്കാനുള്ള ഒരു പാസ്പോർട്ട് സോളമന് കൊടുത്തു. പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ, ഒരു കഴിവ്. സോളമന് എവിടെ വേണമെങ്കിൽ പോവാം. അങ്ങനെ ആ ഡോറുകൾ, അവരുടെ വാതിലുകൾ എന്നും തുറന്നിരിക്കും സോളമന് വേണ്ടി. അപ്പം അങ്ങനെ ഒരു കഴിവ് സോളമന് കൊടുത്തു. അങ്ങനെ സോളമൻ അവരുടെ ഇടയിൽ പോകാൻ തുടങ്ങി. അവരിൽ അവരോടൊക്കെ അവർക്കൊക്കെ ഭയങ്കര ബഹുമാനമായി സോളമന്. അങ്ങനെ അവരിൽ 44 ഈ മാതിരിയുള്ള അടയാളങ്ങൾ അവർ സോളമന് കൊടുത്തു. 44 കേട്ടോ. അത് ഓരോന്നിനു വേണ്ടിയുള്ളതാണ്. അതാണ് ദ 44 സീൽസ് ഓഫ് സോളമൻ എന്ന് പറയുന്നത്. സോളമൻ്റെ 44 സീലുകൾ, അതിലൊന്നാണ് ഇത് സൂര്യൻ്റെ സീലാണ്. സൺ 1 മാനിഫെസ്റ്റേഷൻ. ഇതാണ് നമ്മൾക്ക് സൂര്യൻ്റെ ആദ്യത്തെ പെൻറ്റക്കിൾ എന്ന് പറയും. ഇത് നമ്മുടെ ചാനലിൽ ഇതിനെപ്പറ്റി ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് പെൻറ്റക്കിളിനെ പറ്റിയുള്ള വീഡിയോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിനകത്ത് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആദ്യത്തെ മലയാളം വീഡിയോ ആണ്, താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ ബാക്കി ഇടാമെന്ന് പറഞ്ഞിട്ട് ഒരു
ഞാനതിൽ പറയുന്നുണ്ട്. പക്ഷേ അതിൽ ആരും ഇതുവരെ ഒന്നും റെസ്പോൺസ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഈ മാതിരി 44 എണ്ണം ഉണ്ട്, 44 സീലുകൾ. ആ സീലുകൾ ഓരോന്നിനും വേണ്ടി. അപ്പം നമ്മൾ ഇതിൻ്റെ ചുറ്റും നോക്കുക, ഇതിൻ്റെ ചുറ്റും എന്തോ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, ആ സീലിൻ്റെ ചുറ്റും അതൊക്കെ മന്ത്രങ്ങളാണ്. അപ്പോൾ ഇത് എല്ലാം പഴയ ടെസ്റ്റ്മെൻറ്റിലുള്ളതാണ്. അതായത് ബൈബിളിൻ്റെ ആദ്യ കാലത്ത് ഉണ്ടായിരുന്ന ബൈബിളിലുള്ളതാണ് ഇതൊക്കെ. ജൂയിഷ് പുസ്തകമായ തോറയിലും ഒക്കെ ഉള്ളതാണിത്. എക്സോഡസിലും ഒക്കെ ഉള്ളതാണ്. അതാണ് ഇത്, അതിൻ്റെ ഭാഗമാണ് ഇതല്ല. ഇലുമിനാറ്റി അല്ല കേട്ടോ മാജിക്ക്. പേടിക്കൊന്നും വേണ്ട, ഇതൊരു ഏഞ്ചലിൻ്റെ മുഖമാണ്. അപ്പോൾ അതാണ് കഥ പറഞ്ഞ് ഒരുപാട് സമയമായി. മണി 5 പോകുന്നു. ഇപ്പം ഞാൻ എന്തായാലും പോവാണ്. 1 മണിക്കൂറായി വന്നിട്ട്. ശരി, എന്നാൽ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നോക്കണം, നമ്മുടെ പോസ്റ്റ് വരും അതിൽ നമ്മുടെ ഫ്രീ റീഡിങ്ങിൻ്റെ സമയം പറയും. അപ്പം എല്ലാവരും വരണം. ഓക്കെ, വേവ് ചെയ്തല്ലോ, മാജിക് വേവ് ചെയ്തല്ലോ. ഇപ്പോൾ ഒരു ചെറിയൊരു പേടി മാറിയോ, ഞെട്ടൽ മാറിയോ ഈ കഥ കേട്ടപ്പോൾ? മാറി എന്ന് വിശ്വസിക്കുന്നു. മാറി. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു ലൈക്ക് ഇടണം ഈ വീഡിയോയ്ക്ക് കേട്ടോ. പുതിയ ആൾക്കാരൊക്കെ, അയ്യോ ഇപ്പോൾ ആണോ വരുന്നത്? ഹാപ്പി സൺഡേ ടു എവറി വൺ. ഹാവ് എ നൈസ് ഡേ. വണ്ടർഫുൾ. താങ്ക് യു ബെബറ്റോ. ഹാപ്പി സൺഡേ ടു എവറി വൺ. ഇപ്പം നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യുക. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും എപ്പോഴാ വരുന്നത്, എത്ര മണിക്കാന്നുള്ളതെല്ലാം. ചിലപ്പോൾ ആ സമയത്ത് വരാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും നിങ്ങൾ നോക്കണം, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടും, പോസ്റ്റ് ഇടും, എപ്പോഴാ ലൈവ് വരാൻ പറ്റുന്നതെന്നുള്ള വിവരത്തിന്. പിന്നെ നമ്മുടെ ലൈവ് റീഡിങ്സിന് ഒന്നിനും ചാർജ് ഇല്ല, അതായത് ഫ്രീ ആണ്. ലൈവ് റീഡിങ്സ് ഒരിക്കലും നമ്മൾ അതിന് പൈസ വാങ്ങിക്കത്തില്ല, അത് ഫ്രീ ആണ്. ഒരാൾക്ക് ഒരു ദിവസം ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഒരു ദിവസമല്ല, ഒരു ലൈവിൽ. ചിലപ്പോൾ 2 ലൈവ് ഉണ്ടാവും. അപ്പോൾ ഒരു ലൈവിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഫ്രീ ആയിട്ട് ആൻസർ കിട്ടുകയുള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അടുത്ത ദിവസം വരണം കേട്ടോ. അല്ലാതെ ഞങ്ങളുടെ ഒരു പെയ്ഡ് റീഡിങ് ഞങ്ങൾക്ക് ലൈവിലില്ല. പിന്നെ പെയ്ഡ് റീഡിങ് ഞങ്ങൾക്ക് പേഴ്സണലുണ്ട്. അതിന് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും ബാക്കിയുള്ള വിവരങ്ങളും എല്ലാം അതുവഴി തരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം ക്ഷമയോടെ ഇരുന്ന് വീഡിയോ കണ്ട് കേട്ട് സഹകരിച്ചതിന് വളരെ വളരെ നന്ദി. ഇനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. In the ancient days of power and might, King Solomon had wisdom bright.